കരിപ്പൻ ബോസും നാടൻ പെണ്ണും. രചന രസഗുള. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അല്ല മോൾഡാച്ച, വലിയവരും ചെറിയവരൊക്കെ സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. എങ്കിലും ചെറുക്കനും പെണ്ണിനും തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാൻ കാണല്ലോ അല്ലേ? ആ ഒരു തനിയിരുന്നൊന്ന് സംസാരിക്കട്ടെ. ശ്രീടാച്ചൻ പതുക്കെ അവളെ നോക്കി. മോളെ ശ്രീ, നീ സാറിന് കൂട്ടി മുകളിൽ പോയി സംസാരിക്കേ. അച്ഛൻ സാറെന്ന് വിളിച്ചത് അവന്റെ ബിസിനസ് പതിവ് അറിഞ്ഞിട്ടല്ല, വന്നതിയുള്ള ബഹുമാനം കൊണ്ടായിരുന്നു. പക്ഷെ ശ്രീക്ക് ആ വിളി കേട്ടപ്പോൾ നെഞ്ച് ഒന്നുകൂടെ മിടിച്ചു. ആളൊന്നും മിണ്ടാതെ വെറുക്കുന്ന കാലുകളോടെ പതുക്കെ പടവുകൾ കയറി മുകളിലേക്ക് നടന്നു. കടും കറുത്ത ഷർട്ട് ധരിച്ച് ഹോട്ട് ലുക്കിൽ അമൻ ദേവർമ്മ അവളുടെ തൊട്ടുപുറകിലായി നടന്നു വന്നു. തന്റെ മുറിയിലെത്തിയതും ശ്രീദുർഗ വേഗം തിരിഞ്ഞു. വാതിലടച്ച ശേഷം അവൾ പരിഭ്രമത്തോടെ അവനെ നോക്കി. കാതിലെ ജിമിക്കി കമ്മലുകൾ അവളുടെ നെഞ്ചിരിപ്പിനൊപ്പം വല്ലാതെ ഉലയുന്നുണ്ടായിരുന്നു. സർ, എന്താ സർ ഇതൊക്കെ? സാറെന്തീ കാണിക്കുന്നത്? അവൾ ശബ്ദം പരമാവധി താഴ്ത്തി ചോദിച്ചു. സാർ ഇതൊന്നും അറിയാതെ അബദ്ധത്തിൽ വന്ന് പെട്ടതാണോ? സാറിന് വീട് മാറി വന്നാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ താഴെ അച്ഛനോടും അമ്മയോടും പറയാം. സാറിന്റെ ഓഫീസിൽ വെറൊരു പിയാണ് ഞാനെന്ന്. അമ്മനൊന്നും മിണ്ടിയില്ല. അവൻ കൈകൾ രണ്ട് പാനിന്റെ പോക്കറ്റിലിട്ടു. അവളുടെ പരിഭ്രമം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി തികച്ചും ശാന്തനായി നിന്നു. അവൾ പറഞ്ഞു തീരുന്നവരെ അവൻ ആ മൂർച്ചയുള്ള കണ്ണുകളാൽ അവളെ തന്നെ നോക്കി. അവൾ പറഞ്ഞു നിർത്തിയതും അവൻ പതുക്കൊരടി മുന്നോട്ട് വെച്ചു. പോക്കറ്റിൽ കൈയും വെച്ച് ആ മുറിയിലെ ഭിത്തിയിൽ ചാരിയുന്ന അവൻ പതുക്കെ ഒന്ന് ചിരിച്ചു. ഒരു വല്ലാത്ത കുസൃതിയും ജയിച്ച ഭാവമായിരുന്നതിന്. വീട് മാറിയോ? അവൻ പുരികം പൊക്കി. ശ്രീദുർഗ, ഞാൻ വിലാസം നോക്കിയിട്ടാണ് വന്നത്. നിന്റെ പേരും നിന്റെ അച്ഛൻ്റെ പേര് ഈ വീടും എല്ലാം എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ശ്രീയുടെ കണ്ണ് വീണ്ടും വട്ടത്തിലായി. ആ, അപ്പൊ സാറില്ല അറിഞ്ഞിട്ടാണോ? എൻ്റെ അച്ഛനോടും അമ്മയോടും സാറ് കള്ളം പറഞ്ഞാണോ ഒന്ന്? അവൻ ഭിത്തിയിൽ നിന്ന് പതുക്കെ മുന്നോട്ട് നടന്നു. അവൾ നിന്നിടത്തുന്ന ഒരു ചുവട് കൂടി വെച്ചപ്പോൾ ശ്രീ പുറകോട്ട് മാറി ചുമരിൽ ചാരി നിന്നു. ഞാൻ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല ദുർഗ. അവന്റെ ശബ്ദം താഴ്ന്നു. പെണ്ണ് കാണാൻ വരുന്ന ചെക്കൻ്റെ പേര് അമൻ ദേവർമ്മ എന്ന് തന്നെയാണ്. ജോലി വർമ്മ ഗ്രൂപ്പിന്റെ CEO. പക്ഷേ സാറിന്റെ ബോസ് അല്ലേ? ശ്രീയുടെ ശബ്ദം വിറച്ചു. ഞാൻ സാറിന്റെ PA അല്ലേ? സാറിന് എന്നേക്കാൾ എത്രയോ നല്ല സാറിന്റെ ലെവലിൽ ചേർന്ന പെൺകുട്ടികളെ കിട്ടും. ഞാൻ വെറൊരു സാധാരണ. അവൻ പെട്ടെന്ന് അവളുടെ ചുണ്ടിന് മുന്നിൽ വിരൽ വെച്ചു. ആ സ്പർശനത്തിൽ ശ്രീ ഒന്നുകൂടി ഞെട്ടി. അവന്റെ കടുങ്കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തറച്ചു നിന്നു. എന്റെ ലെവലിന് ചേരുന്ന പെണ്ണിനെയാണ് ഞാൻ വന്ന് കാണാൻ പോകുന്നെന്ന് ആരാ പറഞ്ഞു? അവൻ പതുക്കെ പറഞ്ഞു. എന്റെ മനസ്സിന് ചേരുന്ന പെണ്ണിനെയാ ഞാൻ തിരയുന്ന ശ്രീദുർഗ. കാലനെന്ന് വിളിച്ച് ലിഫ്റ്റിൽ പെട്ടുപോയപ്പോൾ എൻ്റെ നെഞ്ചിൽ വീണ് കരഞ്ഞ, എൻ്റെ ഓഫീസിൽ വെച്ച് എന്നെ മാത്രം പേടിയില്ലാതെ നോക്കുന്നൊരു പെണ്ണ്. നോ ദുർഗ, ഞാനിവിടെ അബദ്ധത്തിൽ വന്നതല്ല. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് പൂർണ്ണ മനസ്സോടെ തന്നെ ഇവിടെ വന്ന്. അവൻ്റെ ആ മറുപടി കേട്ടതും ശ്രീദുർഗ ശരിക്കൊന്ന് ഞെട്ടിയുറച്ചു പോയി. അവളുടെ കണ്ണുകൾ ഒന്നുകൂടി തുറിച്ചു. അവൻ തന്നെ പെണ്ണ് കാണാൻ മനഃപൂർവ്വം വന്നാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. താനും അവനും തമ്മിലൊരു തരത്തിലും ചേരില്ലെന്ന ആ പഴയ ചിന്ത അവളുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തി. അവൾ പതുക്കെ മുഖം തിരിച്ച് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ വേണ്ട സാർ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട. പിന്നെ ഞാൻ സാറിന് ഒരിക്കലും ആ ഒരു കണ്ണോടെ നോക്കിയിട്ടില്ല. എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല സാർ. താൻ വെറുമൊരു PA ആയതുകൊണ്ട് അവനൊട്ടും അനുയോജ്യമല്ലെന്ന് തോന്നൽ കൊണ്ടാണ് അവൾ ഈ കള്ളം പറയുന്നത് അവന് കൃത്യമായി മനസ്സിലായി. പക്ഷെ അവളുടെ നാവിൽ നിന്ന് ആ ഒരു കണ്ണോടെ നോക്കിയിട്ടില്ലെന്ന വാക്ക് കേട്ടതും അവന്റെ ഉള്ളിലെ ദേഷ്യം ഇരച്ചു കയറി. അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു. അവനൊരൊറ്റ കുതിപ്പിന് അവിടെ അടുത്തേക്ക് നീങ്ങി. ശ്രീദുർഗയെ ശക്തിയിൽ ആ ചുമരിലേക്ക് ചേർത്ത് നിർത്തി. പെട്ടെന്നുള്ള അവന്റെ ഈ നീക്കത്തിൽ ശ്രീ ശ്വാസമടക്കിപ്പോയി. അവളുടെ ഇരു കൈകളും ചുമരിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് അവൻ തന്നെ മുഖം അവളുടെ മുഖത്തിന് തൊട്ടടുത്തേക്ക് കൊണ്ടുവന്നു. അവന്റെ ശ്വാസം അവളുടെ മുഖത്ത് വന്ന് അടിക്കുന്നുണ്ടായിരുന്നു. തീക്ഷ്ണമായ പ്രണയം നിറഞ്ഞ കണ്ണുകളാൽ അവളെ തുറിച്ചു നോക്കിക്കൊണ്ട് കനത്ത ശബ്ദത്തിൽ പറഞ്ഞു. കള്ളം പറയുന്നു ദുർഗ. നീ എന്നെ ഏത് കണ്ണോടെയാണ് നോക്കിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി എൻ്റെ വാക്കുകൾ നീ കൃത്യമായി കേട്ടോ. ഈ അമൻ ദേവർമ്മയുടെ ജീവിതത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. അതുപോലെ നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. മനസ്സിലായോടി? അവന്റെ ആ ഡയലോഗ് കേട്ടതും ശ്രീദുർഗയുടെ നെഞ്ചിരിപ്പ് സകല പരിധികൾ ലംഘിച്ച് പായാൻ തുടങ്ങി. ചുമരിലേക്ക് ചേർന്ന് നിന്ന് അവന്റെ ആ മൂർച്ചയുള്ള കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആൾക്ക് മറുത്തൊരു വാക്ക് പറയാൻ പോയിട്ട് നേരെ ശ്വാസം വിടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു നമ്മുടെ ശ്രീദുർഗയ്ക്ക് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അവൻ പതുക്കെ തന്റെ കൈകളിൽ പിടിയാൽ പായച്ചു. പക്ഷെ അവന്റെ കണ്ണുകളിൽ ആ തീക്ഷ്ണമായ നോട്ടം അവളിൽ നിന്ന് മാറിയിരുന്നില്ല. അവൾ ചുമരിനോട് ചേർന്ന് തന്നെ വിറച്ചുകൊണ്ട് നിന്നു. അവൻ പതുക്കെ പുറകോട്ട് മാറി തന്റെ ഷർട്ടിന്റെ കൈകൾ മുകളിലേക്ക് തെറുത്തു വെച്ചുകൊണ്ട് ആ പഴയ ഭാവത്തിൽ അവളെ നോക്കി. എനിക്കൊന്നിനൊരു തിടുക്കമില്ല ദുർഗ. നീ ആലോചിച്ചോളൂ. നീ വിചാരിക്കുന്ന പോലെയുള്ള പണത്തിന്റെയോ പദവിയുടെയോ വ്യത്യാസമൊന്നും ഈ അമന് പ്രശ്നമില്ല. എനിക്ക് പെർഫെക്ഷൻ വേണം. അത് ജോലിയിലായാലും ജീവിതത്തിലായാലും. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പെർഫെക്ഷൻ അത് നീയാണ്. അവൻ അത്രയും പറഞ്ഞ് വളരെ കൂളായി മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ശ്രീദുർഗ അപ്പോഴും നെഞ്ചിൽ കൈവച്ച് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. എൻ്റെ കൃഷ്ണ, ഇയാളിത് എന്ത് മനുഷ്യനാ?
ഓഫീസിൽ മാത്രമല്ല പെണ്ണ് കാണാൻ വരുമ്പോഴും കട്ട റൗഡിസം തന്നെ. ആൾ പതുക്കെ കണ്ണാടിയുടെ മുന്നിലേക്ക് നടന്നു. ആളുടെ മുഖം അപ്പോഴും ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൾ പതുക്കെ മനസ്സ് ശാന്തമാക്കി താഴേക്ക് നടന്നു വന്നു. ഹാളിലെത്തിയപ്പോൾ കണ്ടത് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന അച്ഛനെയും അമ്മയുമാണ്. അമ്മനും മുത്തച്ഛനും എബിയും പോവാനിറങ്ങിയായിരുന്നു. എബി സ്ത്രീയെ കണ്ടതും പതുക്കെ കണ്ണു ചിമ്മി കാണിച്ചു. അമനാവട്ടെ തന്റെ ആ മൂർച്ചയുള്ള കണ്ണുകളാൽ സ്ത്രീ അവസാനമായി ഒന്നുകൂടെ നോക്കി. എന്നിട്ട് അവിടെ അച്ഛന് കൈ കൊടുത്തു. എന്നാ ഞങ്ങൾ ഇറങ്ങുക, മുത്തച്ഛൻ പറഞ്ഞു. അവർ കാറിൽ കയറി പോകുന്നവരെ ശ്രീദുർഗ ഉമ്മറപ്പടിയിൽ തന്നെ നോക്കി നിന്നു. കാറ് കയറ്റി കടന്നു പോയതും അച്ഛൻ വലിയൊരു സന്തോഷത്തോടെ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. മോളെ ശ്രീ, എന്തൊരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. ഇത്രയും വലിയ നിലയിൽ ഇരുന്നിട്ട് ലവലേശം ജാടയില്ല. നിനക്ക് പയ്യന് ഇഷ്ടമായ മോളെ? അമ്മയെ അടുത്തു വന്ന് ചേർന്ന് നിന്നു. അതേ മോളെ, പുള്ളിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് മുത്തച്ഛൻ പറഞ്ഞു. നിനക്ക് എന്താ തോന്നിയേ? ശ്രീദുർഗ ഒന്നും പറഞ്ഞില്ല. അവൾ പതുക്കെ ആകാശത്തേക്ക് നോക്കി. അവളുടെ മനസ്സിനപ്പോഴും അവൻ ചുമരിലേക്ക് ചേർത്ത് നിർത്തി പറഞ്ഞ ആ ഡയലോഗ് മുഴങ്ങുന്നുണ്ടായിരുന്നു. നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരിക്കും. അവളുടെ ചുണ്ടുകളിലൊടുവിൽ ആരും കാണാതെ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അച്ഛന് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും സമ്മതാച്ച, അവൾ പതുക്കെ തലതാഴ്ത്തി നാണത്തോടെ പറഞ്ഞു. അത് കേട്ടതും അച്ഛനും അമ്മയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അതേസമയം കൊച്ചിയിലേക്കുള്ള വഴി കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് അമൻ ദേവർമ്മയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ടോൺ മുഴങ്ങി. അവൻ ഫോൺ എടുത്ത് നോക്കി. ശ്രീദുർഗയുടെ അച്ഛൻ അയച്ചതായിരുന്നു. മോൾക്ക് സമ്മതാണ് സാർ. അതുവരെ കലിപ്പിലിരുന്ന അമ്മന്റെ മുഖത്ത് ആ നിമിഷം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ചിരി വിരിഞ്ഞു. അവൻ കാറിന്റെ വിൻഡോ ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കി സ്വയം മന്ത്രിച്ചു. വെൽക്കം ടു മൈ ലൈഫ് ശ്രീദുർഗ. എന്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരേ ഒരാൾ നീ മാത്രമായിരിക്കും. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. കല്യാണത്തിന്റെ തീയതി കുറിച്ചതും വീട്ടിൽ വലിയൊരു ഓട്ടപ്പാച്ചിലായി. ടെക്സ്റ്റൈൽസുകൾ കയറിയിറങ്ങി. മനോഹരമായ കല്യാണപ്പുടകൾ എടുക്കലും ജ്വല്ലറിയിൽ പോയി പൊന്നു വാങ്ങലുമൊക്കെയായി ദിവസങ്ങൾ പറന്നു. കൊച്ചിയിൽ നിന്നും അവന്റെ ഓഫീസിൽ നിന്നും രാഹുലും ടീംസും തനുവും എബിയും ഒക്കെ കല്യാണം കൂടാൻ റെഡിയായി നിന്നു. കല്യാണത്തിന് മുന്നോടിയായുള്ള ഹൽദിയും മെഹന്തിയും ഒക്കെ വളരെ ആഘോഷമായി തന്നെ നടന്നു. മൈലാഞ്ചി ചുവപ്പണിഞ്ഞ കൈകളുമായി ശ്രീദുർഗ തന്റെ പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാനൊരുങ്ങി. അങ്ങനെ കാത്തിരുന്ന ആ വലിയ കല്യാണ ദിവസം എത്തിച്ചേർന്നു. ഓഡിറ്റോറിയത്തിലെ മധുവിധിനുള്ള വലിയ മേക്കപ്പ് റൂമിൽ വൻ തിരക്കായിരുന്നു. ശ്രീദുർഗയെ അണിയിച്ചൊരുക്കാൻ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കട്ടക്ക് പണിയെടുക്കുന്നുണ്ട്. ഈ സമയം അത്രയും സ്ത്രീയുടെ കൂടത്തിന് നിഴൽ പോലെ അവളുടെ കട്ടച്ചങ്കും അടുത്ത സുഹൃത്തുമായ ശ്രേയുണ്ടായിരുന്നു. മേക്കപ്പ് റൂമിലെ AC നല്ല തണുപ്പിലായിരുന്നു ഇട്ടിരുന്നത്. പക്ഷെ ആ തണുപ്പിലും ശ്രീദുർഗ ടെൻഷൻ അടിച്ച് ദാ വിയർത്ത് കുളിക്കുകയായിരുന്നു. അവളുടെ നെഞ്ചിരിപ്പ് പുറത്തേക്ക് കേൾക്കാവുന്ന തരത്തിൽ പടപടാൻ മിടിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ കലിപ്പം ബോസിന്റെ കൈയും പിടിച്ച് സ്റ്റേജിലേക്ക് കയറേണ്ട നിമിഷം അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ശ്രീദുർഗ വിയർക്കുന്ന കണ്ടതും ശ്രേയ അവിടെ അടുത്തു വന്ന് ആകെ മൊത്തം നിരീക്ഷിച്ച് പതുക്കെ കളിയാക്കാൻ തുടങ്ങി. ആൽറെഡി ശ്രീകുട്ടി, ഈ AC തണുപ്പിൽ നീ ഇങ്ങനെ വിയർക്കാൻ മാത്രം ഇവിടെ എന്ത് ചൂടാവുള്ളു? ആഹാ, അപ്പൊ നമ്മുടെ കലിപ്പം CEO അമൻ സാറിന്റെ അടുത്തേക്ക് പോകാൻ എന്റെ മുത്തിന് ഇത്രയ്ക്ക് അങ്കലാപ്പുണ്ടല്ലേ? ഓഫീസിൽ വെച്ച് കാലിൽ നിന്നും കാട്ടുപൊട്ടനൊക്കെ ഡയലോഗ് അടിച്ച ആളാണോ ഈ പേടിച്ച് വിറക്കുന്നത്? ശ്രേയ കൈകൊട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ശ്രേയയുടെ ആ വളിപ്പ് കോമഡിയും കളിയാക്കലും കേട്ടതും ശ്രീദുർഗയുടെ ഉള്ളിൽ ആ പഴയ സ്വഭാവം കൊണ്ടുവന്നു. അവൾ കണ്ണാടിയിലൂടെ ശ്രേയെ ഒന്ന് കനപ്പിച്ച് നോക്കി. നീ ഒന്ന് പോടിയോടുന്നു, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങയുടെ ആ കലിപ്പ് ലുക്കും ആ കണ്ണുകളും കണ്ട നീ ഇതുപോലെ വിയർക്കും. വെറുതെ എന്നെ ചൊറിയാൻ വരാതെ ആ ടിഷ്യൂ പേപ്പർ എടുത്തതിന്റെ മുഖത്ത് വിയർപ്പ് ഒപ്പിത്തരാൻ നോക്കി ശാന്തമ്മേ. ശ്രീദുർഗ തന്റെ കാതിൽ വലിയ സ്വർണ്ണ ജിമിക്കി കമ്മലുകൾ കുലുക്കി നല്ല തനിനാട് രണ്ട് തെറിയും വിളിച്ച് അവളെ കട്ടക്ക് തിരിച്ചങ്ങ് അലക്കി. കൂട്ടുകാരിയുടെ ആ നാടൻ തെറിവിളിയും ദേഷ്യവും കണ്ടപ്പോൾ ശ്രേയക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും ശ്രീ ശരിക്കും ടെൻഷനിലാണെന്ന് മനസ്സിലാക്കിയ ശ്രേയ പതുക്കെ അവളുടെ തോൾ കൈവച്ച് അവളെ ചേർത്ത് പിടിച്ചു. ശരി ശരി, ഞാൻ വെറുതെ തമാശ പറഞ്ഞില്ലേടി, നീ ഒട്ടും പേടിക്കണ്ട. അവൻ സാറ് പുറമെ കളിപ്പിനാണെങ്കിലും നിന്നെ ജീവനാണെന്ന് അന്ന് വീട്ടിൽ വന്നപ്പോൾ ആ നോട്ടത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായതാ. നീ ലോകത്തിലെ ഏറ്റവും ഭാഗ്യോദയ പെണ്ണ, കൂളായിട്ടിരിക്കുന്ന മുത്തേ. ശ്രേയ വളരെ സ്നേഹത്തോടെ സംസാരിച്ച് അവളെ പതുക്കെ ആശ്വസിപ്പിച്ചു. ശ്രേയയുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീദുർഗയുടെ മനസ്സ് പതുക്കെ ഒന്ന് ശാന്തമായി. അവൾ പതുക്കെ കണ്ണുകളടച്ച് വലിയ ശ്വാസമെടുത്തു. കൃത്യം ആ സമയത്താണ് മേക്കപ്പ് റൂമിന്റെ വാതിലൊരു മുട്ടുകേട്ടത്. വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അണിഞ്ഞൊരുങ്ങി കട്ടലുക്കിൽ നിൽക്കുന്ന എബിയായിരുന്നു. ശ്രീ, മുഹൂർത്തത്തിന് സമയം. ദാ ചെറുക്കൻ അമൻ ദേവർമ്മ സ്റ്റേജിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ട്. നമ്മുടെ മണവാട്ടിയെ കൂട്ടാൻ വേണ്ടി എന്നെ വിട്ടതാ, എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ സ്റ്റേജിലെത്തിയെന്ന് കേട്ടതും ശ്രീയുടെ ഉള്ളിൽ വീണ്ടും ഒരു മയിൽപ്പീലി സ്പർശം പോലെ പ്രണയത്തിന്റെ ഒരു നടുക്കമുണ്ടായി. അവൾ പതുക്കെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി. ചുവപ്പും കസവുമുള്ള കല്യാണപ്പുടവിൽ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവൾ അതീവ സുന്ദരിയായി തിളങ്ങി നിൽക്കുകയായിരുന്നു. തന്റെ കരിപ്പം ബോസിന്റെ സ്വന്തമാവാൻ അവൾ പതുക്കെ വാതിലേക്ക് നടന്നു. മേളപ്പദവും നാദസ്വരവും ഓഡിറ്റോറിയത്തിൽ പുതിയൊരു ആനന്ദതരംഗം തീർത്തു. പൂക്കളുടെ സുഗന്ധവും അഷ്ടമംഗല വിളക്കിന്റെ വെളിച്ചവും നിറഞ്ഞ ആ വേദിക്കരിയിലേക്ക് ശ്രീദുർഗ പതുക്കെ നടന്നു വന്നു. കസവ് പുതച്ച കേരള സാരിയും കയ്യിൽ തുളസിമാലയുമായി ഒരു ഹിന്ദു വധുവിന്റെ എല്ലാ ലാവണ്യത്തോടെയും അവൾ വേദിയിലേക്ക് ചൂടുകൾ വെച്ചു. അവളുടെ കാതിലെ വലിയ സ്വർണ്ണ ജിമിക്കയും കഴുത്തിലെ മാലകളും പതുക്കെ കിലുങ്ങുന്നുണ്ടായിരുന്നു.
അവൻ മണ്ഡപത്തിൽ വധുവിനെ കാത്തു നിൽക്കുകയായിരുന്നു. കസവ് കരയുള്ള മുണ്ടും ഷർട്ടും അണിഞ്ഞ് കട്ടലുക്കിൽ നിൽക്കുന്ന അമ്മനെ കണ്ടപ്പോൾ സ്ത്രീയുടെ മനസ്സ് വീണ്ടും ഇടറി. അവൾ പതുക്കെ മണ്ഡപത്തിൽ കയറി അമ്മന്റെ വാമഭാഗത്തിരുന്നു. അവൾ ഇരുന്ന പാടെ അവൻ പതുക്കെ അവളുടെ വശത്തേക്ക് തിരിഞ്ഞു. എപ്പോഴും ദേഷ്യം മാത്രം നിറയാറുള്ള ആ കണ്ണുകളിൽ ഇപ്പോൾ വല്ലാത്തൊരു പ്രണയഭാവമായിരുന്നു. അവൻ അതീവ റൊമാൻറ്റിക്കായി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അവന്റെ ആ നോട്ടം കണ്ടതും AC-യുടെ തണുപ്പിലും വിയർത്ത് വിളിച്ചിരുന്ന ശ്രീദുർഗയുടെ ഉള്ളിൽ വീണ്ടും പേടി ഇരച്ചു കയറി. ഭഗവാനെ, ഈ മനുഷ്യനിപ്പോ എല്ലാവരും മുമ്പിൽ വെച്ച് എന്നെ നോക്കി ഇങ്ങനെ പ്രണയിച്ച എന്റെ മേക്കപ്പ് കൊലിച്ചു പോവല്ലോ. ആൾ വിയർപ്പിറക്കാൻ പാടുപെട്ടുകൊണ്ട് മനസ്സിൽ വിചാരിച്ചു. ഇതേ സമയം മണ്ഡപത്തിന് തൊട്ടുപിറകിലായി ശ്രേയ നിൽപ്പുണ്ടായിരുന്നു. ശ്രീദുർഗ പേടിച്ച് വിയർക്കുന്ന കണ്ട ശ്രേയ പതുക്കെ തൊട്ടടുത്ത് എബിയുടെ അടുത്തേക്ക് നീങ്ങി നടന്നു. എബിയുടെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ട് ശ്രേയ കുറുമ്പോടെ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അല്ലേ ബി സാറേ, നിങ്ങളുടെ ആ കലിപ്പം ഫ്രണ്ടിനെ നോട്ടം കണ്ടിട്ട് തോന്നുന്നു അവനെന്റെ ശ്രീദുർഗയുടെ മേക്കപ്പ് മുഴുവൻ വിയർപ്പിൽ ഒഴുക്കിക്കളയുന്ന മനുഷ്യൻ നോക്കുന്നുണ്ടില്ലേ. ശ്രേയയുടെ ആ കുസൃതി കലർന്ന ശബ്ദം കേട്ടപ്പോഴാണ് എബി തന്റെ ശ്രദ്ധ മാറ്റി അവളെ നോക്കിയത്. അപ്പോഴാണ് എബി അവളെ ശരിക്കും ഒന്ന് ശ്രദ്ധിക്കുന്നത്. ആകാശപ്പരപ്പിന്റെ ഭംഗിയുള്ള ഒരു സ്കൈ ബ്ലൂ ധാവണിയായിരുന്നു ശ്രേയയുടെ വേഷം. വലിയ ആഭരണങ്ങളോ ആഡംബരങ്ങളോ ഇല്ലാതെ വളരെ മിനിമൽ മേക്കപ്പിൽ അതീവ ലളിതവും എന്നാൽ മനോഹരമായിരുന്നു അവളുടെ ലുക്ക്. ആ ചടങ്ങിലെ തിരക്കുകൾക്കിടയിലും അവളുടെ ആ നിഷ്കളങ്കമായ മുഖവും ചിരിയും കണ്ടതും എബിയുടെ നെഞ്ചൊരൊറ്റ നിമിഷം കൊണ്ട് നിശ്ചലമായി പോയി. തന്റെ ജീവിതത്തിലേക്ക് ഇതുവരെ കടന്നു വരാത്ത ഏതോ ഒരു ദേവത മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ എബിക്ക് തോന്നി. എപ്പോഴും മറ്റുള്ളവരെ കളിയാക്കി ചിരിച്ചടക്കാറുള്ള എബി ശ്രേയയുടെ ആ നീലധാവണിയിലൊക്കെ കണ്ട ഒരു അക്ഷരം പോലും മിണ്ടാനാവാതെ അവിടെ തന്നെ തറഞ്ഞിന്ന് പോയി. ഒരു വശത്ത് അമനും ശ്രീദുർഗയും തങ്ങളുടെ പ്രണയ നിമിഷങ്ങളിലേക്ക് അടക്കുമ്പോൾ മറുവശത്ത് എബിയുടെയും ശ്രേയയുടെയും മനസ്സിൽ തികച്ചും അപ്രതീക്ഷിതമായി പുതിയൊരു പ്രണയകഥയുടെ തുടക്കം കുറിക്കുകയായിരുന്നു. വേദിയിൽ നാദസ്വരത്തിന്റെ ശബ്ദം അല്പം കൂടി ഉച്ചത്തിലായി. പൂജാരി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഹോമാഗ്നിയിലേക്ക് നെയ്യൊഴിച്ചു. ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഭക്തിയോടെയും സന്തോഷത്തോടെയും ആ നിമിഷത്തിലേക്ക് കണ്ണു നട്ടിരുന്നു. പെട്ടെന്ന് പൂജാരി മന്ത്രോച്ചാരണം നിർത്തി താളത്തിൽ വെച്ചിരുന്ന ആ സ്വർണ്ണത്താലി അമ്മന്റെ കൈകളിലേക്ക് എടുത്തു നൽകി. എന്നിട്ട് അമ്മൻ നോക്കി പതുക്കെ പറഞ്ഞു, ആ മംഗളമുഹൂർത്തായി, ഇനി കെട്ടിക്കോളൂ. പൂജാരി കെട്ടാൻ പറഞ്ഞതും അവൻ പതുക്കെ താലിമാലയുമായി ശ്രീദുർഗയ്ക്ക് നേരെ തിരിഞ്ഞു. ആ നിമിഷം സ്ത്രീയുടെ നെഞ്ചിരിപ്പ് അതിന്റെ പരമാവധിയിലായിരുന്നു. അവൾ നാണത്തോടെയും പരിഭ്രമത്തോടെയും കണ്ണുകൾ അടച്ചു. അവൻ ഒട്ടും വൈകിപ്പിക്കാതെ അതീവ ആദരവോടെയും പ്രണയത്തോടെയും ആ മംഗല്യ സൂത്രം ശ്രീദുർഗയുടെ കഴുത്തിൽ ചാർത്തി. അതിൽ 3 കെട്ടുകളും ഇട്ടു. ഓഡിറ്റോറിയത്തിൽ ആകെ കുരവയും കയ്യടികളും ഉയർന്നു. മുകളിൽ നിന്നും മന്ത്രകോടിയോടൊപ്പം പുഷ്പവൃഷ്ടിയും ഉണ്ടായി. അവൻ പതുക്കെ തന്റെ വലിയ കൈകൾ കൊണ്ട് താളത്തിൽ നിന്നും സിന്ദൂരമെടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി. ഒടുവിൽ അവൻ ദേവർമ്മ എന്ന കലിപ്പൻ CEO തന്റെ പുതിയ PA കുട്ടിയെ സ്വന്തം ജീവിത പങ്കാളിയായി തന്റെ മാത്രം ശ്രീദുർഗയായി ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അവന്റെ വിരലുകൾ തന്നെ നെറ്റിയിൽ തൊട്ടതും ശ്രീ പതുക്കെ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. എപ്പോഴും താൻ സ്വപ്നം കണ്ടിരുന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായും കീഴടക്കിയ പ്രണയം മാത്രമാണുള്ളതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ചുണ്ടുകളിൽ വിരിഞ്ഞ ആ ചിരി ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയായി അവൻ തന്റെ മനസ്സിൽ ഒപ്പിയെടുത്തു. കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൊച്ചിയിലെ റിസപ്ഷൻ വേദിയിലേക്ക് തിരിക്കാൻ റെഡിയായി. ഓഡിറ്റോറിയത്തിന്റെ മുമ്പിൽ അവന്റെ ആഡംബര കാർ തിളങ്ങി നിൽപ്പുണ്ടായിരുന്നു. കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കട്ടലുക്കിൽ എബിയിരുന്നു. തൊട്ടടുത്തുള്ള കോ ഡ്രൈവർ സീറ്റിൽ ആ സ്കൈ ബ്ലൂ ധാവണിയും ഇട്ട് സുന്ദരിയായി ശ്രേയയും കയറി. ബാക്ക് സീറ്റിൽ നമ്മുടെ മണവാളൻ അമനും മണവാട്ടി ശ്രീദുർഗയും ഒപ്പത്തിനൊപ്പം ഇരുന്നു. സാധാരണ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിറങ്ങുമ്പോൾ വീട് വിട്ടു പോകുന്ന സങ്കടത്തിൽ കരയാറുണ്ട്. എന്നാൽ സ്ത്രീക്ക് അങ്ങനെ വലിയ സങ്കടമൊന്നും തോന്നിയില്ല. കാരണം അവളുടെ അച്ഛനമ്മയും രാത്രി റിസപ്ഷൻ കൂടാൻ വേണ്ടി അവരുടെ തൊട്ടുപുറകിലെ കാറിലൊപ്പം തന്നെ കൊച്ചിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കാർ കൊച്ചി നഗരത്തിലെ ഹൈവേയിലേക്ക് പതുക്കിയെടുത്തു. കാറിന്റെ ഉള്ളിൽ നല്ല AC തണുപ്പായിരുന്നെങ്കിലും ബാക്ക് സീറ്റിലിരിക്കുന്ന ശ്രീദുർഗയ്ക്ക് അപ്പോഴും ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. കാരണം അവൻ അവളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇടയ്ക്കിടെ അവന്റെ മൂർച്ചയുള്ള കണ്ണുകൾ അവളിലേക്ക് നീളുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഫ്രണ്ട് സീറ്റിലെ കഥ തികച്ചും വ്യത്യസ്തമായിരുന്നു. കാറ് പതുക്കെ മുന്നോട്ട് പോയതോടെ എബിയും ശ്രേയക്കും കട്ടക്ക് സിങ്കായി കഴിഞ്ഞിരുന്നു. രണ്ടുപേരും ഭയങ്കര തമാശക്കാരായതുകൊണ്ട് വഴിനീളെ ഒന്നിനു പിറകെ ഒന്നായി ചളിയടിച്ച് ചിരിക്കാൻ തുടങ്ങി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.